കുറച്ചേരം ആയാലും സിസ്റ്റർ നിൽക്കാതെ ഡിപ്ലോമാണ് ഇത് കയറ്റി വിടുമോ ഞങ്ങളെ? എത്ര ആയിട്ടാ നമ്പർ? 29 അല്ലേ? ടോക്കൺ അനുസരിച്ച് വിളിക്കത്തുള്ളൂ, അവിടെ വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. ഡിപ്ലേ നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തോ ചേട്ടാ എന്തിനാ വിളിച്ചേ? സംസാരിച്ചോണ്ട് നിന്നോട് ഓ അത് അവൾ എന്റെ കൊണ്ടുവരും എന്നോട് കൊച്ചിനെ വെച്ചതാണ്. മാസ്ക് ഇട്ടില്ല, മാസ്കിങ് എന്ന് പറയണം. എന്നിട്ടാണ് നീ മാസ്ക് ഒക്കെ കടന്നത്. നീ പറഞ്ഞോട് വെച്ചു. ഇല്ല, സാനിറ്റൈസർ ഉണ്ടോ എന്റെ? ഓ അതൊന്നും എഴുതിയിട്ടില്ല. എന്നാ സിസ്റ്ററെ? അതെ ചേട്ടാ, ഈ എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പകരുന്ന ഒന്നല്ല. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയോ ഈ രോഗബാധിതരുടെ രക്തം മറ്റുള്ളവർ സ്വീകരിക്കുന്ന വഴിയോ ആണ് ഇത് പകരുന്നത്. സിസ്റ്ററെ, അപ്പൊ ഈ അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് പകരുമോ? അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരും. അതുപോലെ അണുവിമുക്തമാകാത്ത സൂചി ഉപയോഗിച്ച് ഇഞ്ചക്ഷൻ എടുത്താൽ പകരും. അതുപോലെ വേറൊരു ഓപ്ഷന് ടാറ്റൂയിങ്ങിലൂടെ പകരാം. അപ്പൊ ഇത് വേർപ്പിലൂടെ പകരും സിസ്റ്ററെ? ഇത് വിയർപ്പിലൂടെയോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടോ പൊതു ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടോ ഒന്നും പകരില്ല. പിന്നെ ചേട്ടാ, എയ്ഡ്സ് രോഗികളും നമ്മളിൽ ഒരാൾ തന്നെയാണ്. അവരുടെ കുറ്റം കൊണ്ടായിരിക്കില്ല അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടായത്. അതുകൊണ്ട് അവരെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്താതെ നമ്മുടെ കൂട്ടത്തിൽ ചേർത്ത് നിർത്താം. സോറി സിസ്റ്റർ, നമുക്ക് അറിയത്തില്ലായിരുന്നു. സോറി എന്നോടല്ലേ ചേട്ടാ പറയേണ്ടത്.